നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലറായ ഗവർണർക്ക് വൻ തിരിച്ചടി. നിയമനങ്ങൾ നടത്തേണ്ടത് സർക്കാരിന്റെ പട്ടികയിൽ നിന്ന്. ഗവർണറുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു. താൽക്കാലിക VCയുടെ കാലാവധി 6 മാസത്തിൽ കൂടരുതെന്നും നിർദ്ദേശം. ഹൈക്കോടതി ഉത്തരവോടെ ഡിജിറ്റൽ KTU താൽക്കാലിക VCമാർ പുറത്തേക്ക്. കേരള സർവകലാശാല വിവാദങ്ങൾക്കിടെ ഭരണസ്തംഭനം ഗവർണറെ അറിയിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. തൃശൂർ രാമനിലയത്തിൽ ഗവർണർ VC നിർണായക കൂടിക്കാഴ്ച. വിദ്യാർത്ഥികളെന്ന് പറയുന്ന ഒരു കൂട്ടർ കലാപമുണ്ടാക്കുന്നുവെന്ന് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റൽ എളുപ്പമാകുന്നു. 25 സെന്റ് ഭൂമി വരെയുള്ള തരംമാറ്റൽ അപേക്ഷകളിൽ സ്ഥലം കാണാതെ തീരുമാനമെടുക്കാൻ അനുമതി. അപേക്ഷകരുടെ അദാലത്ത് നടത്തി സത്യവാങ്മൂലം വാങ്ങി അപ്പോൾ തന്നെ അനുമതി നൽകാം. പിന്നീടുള്ള പരിശോധനയിൽ അപേക്ഷ തെറ്റെന്ന് തെളിഞ്ഞാൽ അനുമതി റദ്ദാക്കാം. നിർദ്ദേശം റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പുതിയ മാർഗരേഖയിൽ. ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൗത്യസംഘം ഭൂമിയിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വൈകിട്ട് 4:45 യാത്ര തുടങ്ങി. പേടകത്തിന്റെ അൺഡോക്കിംഗ് വിജയകരമെന്ന് നാസ. നാളെ ഉച്ചയ്ക്ക് 3 മണിയോടെ കാലിഫോർണിയക്കടുത്ത് പസഫിക് സമുദ്രത്തിൽ പേടകമിറങ്ങും. മടങ്ങിവരവ് 18 ദിവസത്തെ ചരിത്ര ദൗത്യം പൂർത്തിയാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ യമനിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതി. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം അനുകൂല നിലപാട് സ്വീകരിച്ചതായി വിവരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ നടന്നത് 3 ഘട്ട ചർച്ചകൾ. വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഗോവയ്ക്ക് പുതിയ ഗവർണർ. TDP നേതാവായ അശോക് ഗജപതി രാജുവിന് ചുമതല. മാറ്റം PS ശ്രീധരൻപിള്ളയുടെ കാലാവധി പൂർത്തിയായതോടെ. സ്ഥാനമാനങ്ങൾക്കായി ആഗ്രഹിച്ചിട്ടില്ലെന്നും എല്ലാം പാർട്ടി തന്നതെന്നും PS ശ്രീധരൻപിള്ള. നിപ്പയിൽ ആശ്വാസം. മണ്ണാർക്കാട് നിപ്പ ബാധിച്ചു മരിച്ച 57കാരന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. പാലക്കാട്ടെ രണ്ടാമത്തെ നിപ്പ കേസിൽ 112 പേർ സമ്പർക്ക പട്ടികയിൽ. 17 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ. സംസ്ഥാനത്താകെ നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് 609 പേർ. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്. യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ നിലപാടിലുറച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. പ്രസ്താവന സതുദ്ദേശത്തോടെയെന്ന് വിശദീകരണം. അംഗീകരിക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രസ്താവന സതുദ്ദേശത്തോടെയെന്ന് കരുതാൻ സൗകര്യമില്ല എന്ന് ശബ്ദ സന്ദേശം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യൂത്ത് കോൺഗ്രസ് നന്നായി അധ്വാനിക്കുന്ന നല്ല കുട്ടികളുടെ സംഘടനയാണെന്ന് VD സതീശൻ. സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തണമെന്ന മുതിർന്ന നേതാവിന്റെ അഭിപ്രായം മാത്രമാണ് PJ കുര്യന്റേതെന്നും VD സതീശൻ. പാലക്കാട്ടെ CPIM നേതൃത്വവുമായി ഇടഞ്ഞ PK ശശിയോട് മൃദുനിലപാടുമായി UDF നേതാക്കൾ. PK ശശിയെ സ്വാഗതം ചെയ്തും ന്യായീകരിച്ചും നേതാക്കൾ രംഗത്ത്. PK ശശിയെ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിലക്കി CPIM സംസ്ഥാന നേതൃത്വം. മുസ്ലിം ലീഗ് ഭരിക്കുന്ന ബാങ്കിലെ തട്ടിപ്പിന് PK ശശി കൂട്ടുനിന്നെന്ന് CPI പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ. PK ശശിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്കകത്ത് PK ശശിയെ തകർക്കാനുള്ള ആരോപണമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും VD സതീശൻ. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിൽ ആത്മഹത്യാശ്രമം. അന്തേവാസികളായ 3 പെൺകുട്ടികൾ ആശുപത്രിയിൽ. മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കാനാവുന്നില്ല എന്ന് പരാതി. അധികൃതർ ഇടപെട്ടില്ലെന്നും കുട്ടികളെ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്ന വാദവുമായി ശ്രീചിത്ര ഹോം സൂപ്രണ്ട്. കേരള ഹൈക്കോടതി ജസ്റ്റിസ് DK സിംഗിന് സ്ഥലമാറ്റം കർണാടക ഹൈക്കോടതിയിലേക്ക്. DK സിംഗിന്റെ ബെഞ്ചാണ് കീം ഫലം റദ്ദ് ചെയ്തത്. പത്തനംതിട്ട പന്തളത്ത് 11 വയസ്സുകാരി മരിച്ചത് പേവിഷബാധ മൂലമല്ലെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ ഫലം. ഹന്ന ഫാത്തിമയ്ക്ക് പൂച്ചയുടെ നഖം കൊണ്ട് മുറിവേറ്റിരുന്നു. പ്രതിരോധ വാക്സിൻ എടുത്തത് മൂലമുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് മരണകാരണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഹന്ന ഫാത്തിമ മരിച്ചത്. സിനിമാ ചിത്രീകരണത്തിനിടെ ഉണ്ടായ കാർ അപകടത്തിൽ പ്രശസ്ത സ്റ്റണ്ട് മാസ്റ്റർ മോഹൻരാജിന് ദാരുണാന്ത്യം. അപകടം രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന വേട്ടുവൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സംവിധായകൻ രഞ്ജിത്ത് ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസ്. സ്കൂട്ടറിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം ചൊവ്വര ശ്രീമൂലനഗരം തേവർപ്പറമ്പിൽ നിയാസിനെയാണ് കാലടി പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 620 ഗ്രാം കഞ്ചാവും പിടികൂടി. കീം പരീക്ഷാഫലം നാളെ സുപ്രീം കോടതിയിൽ. കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ച് നാളെ പരിഗണിക്കും. നിലവിലെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്ന ആവശ്യം. CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും നാളെ കോടതിയിൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ കർശന നടപടിയിലേക്ക് കടന്ന് DGCA.
വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ചുകളുടെ പരിശോധന നിർബന്ധമാക്കി. ഈ മാസം 21 മുമ്പ് പരിശോധനകൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കണ്ണൂർ ആലക്കോട് എക്സൈസ് ഉദ്യോഗസ്ഥന് മർദ്ദനം. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CH നസീബിനാണ് പ്രതിയുടെ മർദ്ദനമേറ്റത്. മർദ്ദനം വ്യാജവാറ്റിന് അറസ്റ്റ് ചെയ്തപ്പോൾ. കോഴിക്കോട് മുക്കത്തെ ഹോട്ടലിലെ മോഷണത്തിൽ പ്രതി പിടിയിൽ. പിടിയിലായത് അതേ ഹോട്ടലിലെ ജീവനക്കാരൻ. പ്രതി നേപ്പാളി സ്വദേശി ശ്രീജൻ ദമ. എറണാകുളം നെട്ടൂർ ഷൺമുഖപുരം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിൽ ഭണ്ഡാരം ഉൾപ്പെടെ 4 പൂട്ടുകൾ തല്ലി തകർത്തു. പാലക്കാട് വാണിയംകുളത്ത് ഓട്ടോറിക്ഷയും ടെമ്പോ ലോറിയും കൂട്ടിയിടിച്ച് രോഗി മരിച്ചു. മരിച്ചത് മായന്നൂർ സ്വദേശി പത്മാവതി. അപകടം വാണിയംകുളത്തെ ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. തിരുവനന്തപുരം വക്കത്ത് പഞ്ചായത്ത് അംഗത്തെയും അമ്മയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വാർഡ് മെമ്പർ അരുൺ, അമ്മ വത്സല എന്നിവരാണ് മരിച്ചത്. മരണത്തിന് പിന്നിൽ പ്രാദേശിക BJP പ്രവർത്തകരുടെ മാനസിക സമ്മർദ്ദമാണെന്ന ആരോപണം. സംഭവസ്ഥലത്ത് നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മൂന്നാർ പെരിയകനാലിൽ ലോറി ഡ്രൈവറെ ചുമട്ടുതൊഴിലാളികൾ മർദ്ദിച്ചെന്ന് പരാതി. പരിക്കേറ്റത് അടിമാലി സ്വദേശി സുമേഷിന്. മർദ്ദനത്തിൽ കലാശിച്ചത് ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. പാലക്കാട് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട അപകടം. സമീപത്തെ വെയിറ്റിംഗ് ഷെഡും ATM-ഉം തകർന്നു. അപകടത്തിൽപ്പെട്ടത് പട്ടാമ്പി ഷൊർണൂർ റൂട്ടിലോടുന്ന മുളയ്ക്കൽ ബസ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. കാട്ടാന തമ്പടിച്ചത് ഗൂഡാർവിള എസ്റ്റേറ്റിൽ. കാട്ടാന കൃഷി നശിപ്പിച്ചു. വയനാട് ചുണ്ടയിൽ സ്വകാര്യ ബസ് തട്ടി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് കൽപ്പറ്റ മുണ്ടേരി സ്വദേശി മേരിക്ക്. അപകടം സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ. ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് സവാരിയിൽ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. DTPCയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. നിരക്കും ഓരോ ജീപ്പിൽ യാത്ര ചെയ്യേണ്ട സഞ്ചാരികളുടെ എണ്ണവും നിജപ്പെടുത്തും. പാലക്കാട് ചാലിശ്ശേരിയിൽ വീട്ടിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് അനിക് ബിനോയ്. ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് ജീപ്പ് സവാരി നിരോധിച്ച ജില്ലാ കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധം. ദേശീയപാത ഉപരോധിച്ച് INTUC. മലപ്പുറം മഞ്ചേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമർദ്ദനത്തിനിരയാക്കി. കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് ഷാലുവിനെയാണ് 5-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് യുവാവിനെ പോലീസ് മോചിപ്പിച്ചു. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കോഴിക്കോട് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. സുവോളജി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നീ തസ്തികകളിലാണ് ഒഴിവ്. കൂടിക്കാഴ്ച ഈ മാസം 18-ന്. കണ്ണൂർ ആവക്കോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിൽ ഒഴിവ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 25. ഇന്ത്യ കുവൈത്ത് പൗരന്മാർക്ക് 5 വർഷം വരെ കാലാവധിയുള്ള വിസ സംവിധാനം ആരംഭിച്ചു. ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക വിസ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ നൽകാം. കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 16-ന്. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ UPST അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 16-ന് നടക്കും. കോഴിക്കോട് പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് തസ്തികയിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 18-ന്. വയനാട് മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി വിഷയത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. കണ്ണൂർ ആലക്കോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന് നടക്കും. നോക്കാമിനി ദേശീയ വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്ന് മനോജ് സിൻഹ. ഭീകരർ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും മനോജ് സിൻഹ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം. 3 പേർക്ക് പരിക്ക്. IED പൊട്ടിത്തെറിച്ചാണ് പരിക്കേറ്റത്. മിസ്സിസ് ആൻഡ് മിസ്റ്റർ സിനിമയിലെ ശിവരാത്രി എന്ന ഗാനത്തിനെതിരെ ഇളയരാജ നൽകിയ പകർപ്പവകാശ ലംഘന ഹർജിയിൽ നിർമ്മാതാക്കളോട് വിശദീകരണം തേടി മദ്രാസ് ഹൈക്കോടതി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് കോടതി. ഗാനം ഉടനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഡൽഹിയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് മുന നദിയിൽ നിന്ന്. സ്നേഹയെ കാണാതായത് ഈ മാസം 7 മുതൽ. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ ട്രെയിൻ അപകടത്തെ തുടർന്ന് തടസ്സപ്പെട്ട സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചു. 2 ട്രാക്കുകളിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം വീണ്ടും തുടങ്ങി.
ഡൽഹി തിലക് നഗറിൽ ക്രൂര കൊലപാതകം. സുഹൃത്തുക്കൾ പരസ്പരം കുത്തിക്കൊലപ്പെടുത്തി. കൊലപാതകം തർക്കത്തെ തുടർന്ന് സന്ദീപ്, ആരിഫ് എന്നിവരാണ് മരിച്ചത്. വോട്ടർ പട്ടിക പരിഷ്കരണം മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2016 ജനുവരി 1 റഫറൻസ് തീയതിയാക്കിയായിരിക്കും പട്ടിക പരിഷ്കരിക്കുക. GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചയ്ക്കൊരുങ്ങി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനങ്ങളുമായി ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തും. 12% നികുതി സ്ലാബ് ഒഴിവാക്കണമെന്ന നിർദ്ദേശം പരിഗണനയിൽ. അസമിൽ വിവാഹമോചനം ആഘോഷിക്കാൻ 40 ലിറ്റർ പാലിൽ കുളിച്ച് യുവാവ്. വിവാഹമോചനം ആഘോഷിച്ചത് അസം സ്വദേശി മണിക് അലി. ഇന്നു മുതൽ താൻ സ്വതന്ത്രനാണെന്ന് യുവാവ് വീഡിയോയിൽ പറയുന്നു. ഡൽഹിയിലെ കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും സർവീസുകളെ ബാധിച്ചേക്കാമെന്ന് എയർ ഇന്ത്യ. യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ പരിശോധിക്കണമെന്ന് നിർദ്ദേശം. പശ്ചിമബംഗാളിലെ മഴക്കെടുതിയിൽ മരണം. 3 പേർക്ക് ദാരുണാന്ത്യം. കനത്ത മഴയിൽ മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ വൻ നാശനഷ്ടം. 8 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. ഡൽഹി നാവിക സ്കൂളിൽ ബോംബ് ഭീഷണി. ഭീഷണി സന്ദേശം കിട്ടിയത് ചാണക്യപുരിയിലെ നേവി സ്കൂളിൽ. പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാജ്യത്തെ ജയിലുകളിൽ വിഘടനവാദ സംഘങ്ങൾ ശക്തിപ്പെടുന്നുവെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ജയിലുകളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. പൈലറ്റുമാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി എത്തിഹാദ് എയർലൈൻ കമ്പനി. ബോയിംഗ് 787 വിമാനങ്ങളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തണം എന്നാണ് നിർദ്ദേശം. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ പ്രവർത്തനം സംബന്ധിച്ച അന്വേഷണത്തിനും എത്തിഹാദ് എയർലൈൻ ഉത്തരവിട്ടു. ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്ര ED ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ED റോബർട്ട് വദ്രയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. വിവാഹമോചന കേസിൽ പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് തെളിവായി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. മൗലികാവകാശ ലംഘനത്തിന്റെ പേരിൽ തെളിവ് മാറ്റി നിർത്താനാകില്ല. ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മ്യാൻമറിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ മിന്നലാക്രമണം നടത്തിയെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഇന്ത്യൻ സൈന്യം. സായിങ് മേഖലയിൽ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. തമിഴ്നാട് വെല്ലൂരിൽ ഗർഭിണിയെ ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ച് ട്രാക്കിലേക്ക് തള്ളിയിട്ട കേസിൽ പ്രതി ഹേമരാജിന് മരണം വരെ ജീവപര്യന്തം. ശിക്ഷ വിധിച്ചത് തിരുപ്പത്തൂർ കോടതി. യുവതിക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. 50 ലക്ഷം റെയിൽവേയും 50 ലക്ഷം തമിഴ്നാട് സർക്കാരും നൽകണമെന്നും നിർദ്ദേശം. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. ഗസ ദുരിതാശ്വാസ കേന്ദ്രത്തിന് സമീപം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 47 പേർ കൊല്ലപ്പെട്ടു. സൈനികാഭ്യാസം ആരംഭിച്ച ഓസ്ട്രേലിയ. 19 രാജ്യങ്ങളിൽ നിന്നായി 35,000-ലധികം സൈനികർ പങ്കെടുക്കും. സിറിയയിലെ ഡ്രൂസ് നഗരമായ സ്വീഡയിൽ ഏറ്റുമുട്ടൽ ബെഡുയിൻ ഗോത്രങ്ങളും പ്രാദേശികരും തമ്മിൽ. ഏറ്റുമുട്ടലിൽ 37 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 10 പേർ ബെഡുയിൻ വംശജർ. അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലെയും വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വില്ലാറവലും തമ്മിൽ തർക്കം. പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയെ ചൊല്ലിയാണ് തർക്കം. പെൻഷൻ വർധനവ് താൻ വീറ്റോ ചെയ്യുമെന്ന് മിലെ ആരോപിച്ചു. കാമറൂണിന്റെ പ്രസിഡന്റാകാൻ വീണ്ടും മത്സരത്തിനൊരുങ്ങി പോൾ ബിയ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രത്തലവനാണ് പോൾ ബിയ. 92 വയസ്സുകാരനായ പോൾ ബിയ ഒക്ടോബറിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. ഇന്ത്യൻ വിപണിയിൽ വില വർദ്ധിപ്പിക്കാനൊരുങ്ങി മെഴ്സിഡസ് ബെൻസ്. വില വർദ്ധിക്കുക സെപ്റ്റംബറിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്ല ഷോറൂം നാളെ തുറക്കും. ആദ്യ ഷോറൂം മുംബൈയിൽ. IIFL ഹോം ഫിനാൻസിന് AIIBയിൽ നിന്ന് $100 മില്യൺ ലഭിച്ചു. സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങൾക്കും താഴ്ന്ന വരുമാനക്കാർക്കും താങ്ങാനാവുന്ന വിലയിൽ ഭവന വായ്പ ലഭ്യമാക്കുക എന്നതാണ് ഈ പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം. തമിഴ്നാട് ആസ്ഥാനമായുള്ള ബാങ്കുകൾ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ ശാഖകളും പ്രത്യേക സെല്ലുകളും തുറന്നു. നടപടി സംരംഭകരുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങളും താൽപര്യവും കണക്കിലെടുത്ത്. ഓഹരിയിൽ ഇടിവ് രേഖപ്പെടുത്തി TCS. 3.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബംഗളൂരുവിന് പിന്നാലെ ആമസോൺ നൗ തിരഞ്ഞെടുത്ത ഡൽഹിയും. ആമസോണിന്റെ 10 മിനിറ്റ് ഡെലിവറി സേവനമാണ് ആമസോൺ നൗ. ഓഹരിയിൽ വർധന രേഖപ്പെടുത്തിയ ഓല ഇലക്ട്രിക് 20% വർധനയാണ് രേഖപ്പെടുത്തിയത്. കായിക വാർത്തകൾ. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ അതിരുവിട്ട ആഹ്ലാദത്തിൽ ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിന് പിഴശിക്ഷ. മാച്ച് ഫീയുടെ 15% പിഴയിട്ടതിനൊപ്പം ഒരു ഡീമെറിറ്റ് പോയിന്റും ലഭിച്ചു.
ICCയുടെ ജൂൺ മാസത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ദക്ഷിണാഫ്രിക്കയുടെ എയ്ഡൻ മാർക്രത്തിന്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ സെഞ്ചുറി പ്രകടനത്തിനാണ് പുരസ്കാരം. വിൻസി ബെരാറ്റോ ഇനി ജംഷഡ്പൂരിനൊപ്പം. കേരള ബ്ലാസ്റ്റേഴ്സ്, ഗോകുലം കേരള ടീമുകൾക്കായി കളിച്ചിട്ടുള്ള താരമാണ് വിൻസി ബെരാറ്റോ. IPL ടീം സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇനി പുതിയ ബൌളിംഗ് പരിശീലകൻ. ഇന്ത്യൻ മുൻ താരം വരുൺ ആരോൺ SRHന്റെ ബൌളിംഗ് പരിശീലകനാകും. നോക്കാം ഇനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഷൈൻ നിഗം നായകനായെത്തുന്ന ബൾട്ടിയിൽ പ്രധാന വേഷത്തിലെത്താനൊരുങ്ങി അൽഫോൻസ് പുത്രൻ. സൈക്കോ ബട്ടർഫ്ലൈ സോഡ ബാബുവായിട്ടാണ് അൽഫോൻസ് പുത്രൻ എത്തുക. ചിത്രത്തിലെ ക്യാരക്ടർ ഗ്ലിംസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. പുതിയ ചിത്രവുമായി അഭിലാഷ് പിള്ളയും M മോഹനനും. ചോറ്റാനിക്കര ലക്ഷ്മിക്കുട്ടി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. പ്രധാന താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും ഉടനെ പ്രഖ്യാപിക്കുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. മലയാള ചിത്രം മോളിവുഡ് ടൈംസിന്റെ പൂജ നടന്നു. നെസ്ലിൻ, ഫഹദ് ഫാസിൽ, ആഷിഖ് ഉസ്മാൻ, ബിനു പപ്പു, അൽതാഫ് സലീം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. അപൂർവ പുത്രന്മാർ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ചിത്രം ഈ മാസം 18 തിയേറ്ററുകളിലെത്തും. ചിത്രം സംവിധാനം ചെയ്യുന്നത് രഞ്ജിത്ത് ആറിലും ശ്രീജിത്തും ചേർന്നാണ്. മലയാള ചിത്രം ജഗള ഈ മാസം 18 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീദേവ് കപൂരാണ്. കളരിക്കൽ ഫിലിംസിന്റെ ബാനറിൽ മനോജ് പണിക്കർ, സജിത് പണിക്കർ, ജിതേഷ് പണിക്കർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മേഖലാ ചലച്ചിത്രോത്സവം കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തുന്നു. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മേഖലാ ചലച്ചിത്രോത്സവം കോഴിക്കോട്ടേക്ക് എത്തുന്നത്. IFFKയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ 50ലേറെ സിനിമകൾ മേഖലാ ചലച്ചിത്രോത്സവത്തിൽ ഉൾപ്പെടുത്തും. ഫാക്ട് ചെക്ക്. MS ധോണിയുടെ ജീവചരിത്രം റീറിലീസ് ചെയ്തപ്പോൾ ഉണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ്. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. കൊല്ലം എഴിപ്പുറം HSSൽ ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അപേക്ഷ തുടങ്ങുക നാളെ മുതൽ. പന്തളം പൂഴിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ ഹിന്ദി വിഷയത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ നടക്കും. പത്തനംതിട്ട പെരുമ്പട്ടിയിൽ ക്ഷീരസംഘത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുക നാളെ. എറണാകുളം മൂവാറ്റുപുഴയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് അധ്യാപക ഒഴിവ് മലയാളം വിഭാഗത്തിലേക്കാണ്. അഭിമുഖം നാളെ. മലപ്പുറം ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSTയിൽ അധ്യാപക ഒഴിവ്. നാച്ചുറൽ സയൻസിലേക്കാണ് ഒഴിവ്. അഭിമുഖം നാളെ നടക്കും. ലേറ്റസ്റ്റ് ന്യൂസ്. സൗദിയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നിലവിൽ വന്നു. കിഴക്കൻ സൗദിയിൽ താപനില 47 മുതൽ 49 ഡിഗ്രി വരെ ഉയരാൻ സാധ്യത. താജിക്കിസ്ഥാൻ ഗായകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അബ്ദു റോസിക്കിനെ ദുബായ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചു. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.